ഹായ്! എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ? ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ഏട്ടനും കൂടി ദേ നമ്മള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മള് മീൻകാരനെ കണ്ടത്. അപ്പൊ കുറച്ച് ചാള മേടിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിർത്തിയത് ട്ടോ. അപ്പണ്ട് ദേ നല്ല മുട്ടനട് തല ഇരിക്കണു. എന്നാ പിന്നെ അത് മേടിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ദേ നമ്മള് 2 തല മേടിച്ചു ട്ടോ. ഒരെണ്ണം വേണമെന്ന് പറഞ്ഞുള്ളൂ. പക്ഷെ ആള് 2 തന്നു. അപ്പൊ നമ്മളത് രണ്ടും മേടിച്ചു. പിന്നെ ചാള മേടിക്കാനല്ലേ നിർത്തിയത്. അപ്പൊ ആദ്യം നമ്മള് ചാളയെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് രണ്ടും കൂടെ മേടിച്ചതേ നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോവാണ് ട്ടാ. നമ്മളിതേ അങ്ങനെ തെക്കുംപാടത്തേക്കാണ് ട്ടോ പോണത്. അപ്പൊ അതേ നമ്മൾ തെക്കുംപാടം സെന്റർ എത്തി. അങ്ങനെ നമുക്ക് വേഗം പോയിട്ട് ഈ തലക്കറി ഒന്ന് റെഡിയാക്കണം എന്നുള്ള ഒറ്റ ചിന്തയാണ് ട്ടാ. അപ്പൊ ചെന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് എന്നാ നമുക്ക് തലക്കറി മാത്രം ആക്കണ്ട, അതിന്റെ കൂടെ കുറച്ച് കപ്പയും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ സൂപ്പർ അല്ലേ എന്നും പറഞ്ഞിട്ട് ഞങ്ങളിതേ കപ്പ പറിക്കുകയാണ് ട്ടാ. അച്ഛൻ ചാക്കില് കപ്പ നട്ടിട്ടുണ്ടായിരുന്നു. എല്ലാതും പറിച്ചു കഴിഞ്ഞു. അപ്പൊ അവിടെ ഒരു കട നിൽക്കണ്ടായിരുന്നു, അത് പറിച്ചു. നമ്മുടെ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ട്ടാ. അപ്പൊ ദേ നമ്മള് കപ്പയൊക്കെ പറിച്ച് ദേ അച്ഛൻ അതൊക്കെ വെട്ടി വേർതിരിച്ച് അച്ഛൻ തന്നെയാണ് ട്ടോ തോലൊക്കെ കളഞ്ഞ് നന്നാക്കി തന്നത്. എല്ലാവർക്കും ഒരേ പണികൾ കൊടുത്തു. ഉള്ളി അരിയാനും എല്ലാം കുറെ ഉള്ള കാരണം എല്ലാവർക്കും കുറേശ്ശെ കുറേശ്ശെ പണികളൊക്കെ കൊടുത്ത് അപ്പൊ അച്ഛൻ കപ്പയുടെ ജോലി ഏറ്റെടുത്തു. കപ്പ ഞാൻ നന്നാക്കി തരാന്ന് പറഞ്ഞു ട്ടാ. അങ്ങനെ ദേ നമ്മളിനി തല നന്നാക്കാനുള്ള പരിശ്രമത്തിലാണ്. തലേനെ ഒന്ന് കൊണ്ടുപോയി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതിന്റെ ഉള്ളിലത്തെ കഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ് അപ്പൊ ദേ നമ്മുടെ മീൻ തലയൊക്കെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം കറി വെക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലാണ് മീൻതലയും കപ്പപ്പുഴുക്കും. അപ്പൊ നമുക്ക് വേഗം കറി റെഡിയാക്കാം ട്ടാ. നമ്മൾക്ക് ആദ്യം തലക്കറി വെക്കാനായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനിപ്പോ ഞാനിവിടെ ഒരു 2 തക്കാളി, മീഡിയം സൈസുള്ള 2 തക്കാളി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ 2-3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അത് നമ്മളിവിടെ പൊടിച്ച പൊടിയായ കാരണം ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഇട്ട് അതൊന്ന് അരഞ്ഞ് കിട്ടാൻ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം കൂടി എടുത്ത് അരച്ചത് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഈ ചട്ടിയിലാണ് കേട്ടോ വെക്കണത്. നമ്മുടെ 2 തലയും അതിൽ കിടന്ന് നമ്മുടെ ഗ്രേവിയിൽ കിടന്ന് മുങ്ങി കിടക്കണം. അപ്പൊ അതിന് പാകത്തിനുള്ള ഒരു ചട്ടിയാണ് എടുത്തേക്കണത്. തീ കത്തിക്കാം. അപ്പൊ ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ട്ടോ ഒഴിച്ചു കൊടുത്തേക്കണത്. പിന്നെ അത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ഒരു 1/2 കിലോന്റെ അടുത്ത് ചെറിയുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്, ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് മുളക് ചതച്ചതാണ് കേട്ടോ, അരിഞ്ഞിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ചതച്ചിട്ടുള്ളൂ. അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഈ പരുവത്തിൽ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത് കേട്ടോ. അത്രയും വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വെള്ളമാക്കിയിട്ട് അരച്ചെടുക്കരുത്. ഈ പരുവത്തിന് നമുക്ക് അരച്ചെടുത്ത നമ്മുടെ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് നമ്മുടെ ആ അരപ്പിലത്തെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരണ വരെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പൊ നമുക്കിനി അതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 3-4 കൊടംപുളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിത് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട്. അരപ്പിട്ട് കൊടുത്തത് നമ്മൾ നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയെ പിടിക്കും. നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിടുമ്പോൾ പ്രത്യേകിച്ച് അടിയെ പിടിക്കാൻ ഒരു ടെൻഡൻസി കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് കൈവിടാണ്ട് ഇളക്കിയെടുക്കണം എന്ന് പറയണത്. അപ്പൊ നമ്മുടെ മീൻ കറിയിലേക്കുള്ള അരപ്പൊക്കെ അതേ റെഡി ആയിട്ടുണ്ട്. നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി നമുക്ക് അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കണത്. ഇത്രയും വെള്ളം ഒന്നും ഒഴിച്ചാലും നമ്മുടെ തല അതിൽ മുങ്ങുന്നു തോന്നണില്ല. എന്നാലും പകുതി ഭാഗമെങ്കിലും മുങ്ങുന്നാണ് കേട്ടോ വിചാരിക്കണേ. അപ്പൊ നമ്മൾക്ക് ഇത്തിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ തല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ. 2 തല നമുക്ക് ഇതിൽ കൊള്ളും എന്നുള്ളത് സംശയമാണ്. കൊള്ളും, പക്ഷേ തല മുങ്ങിയാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അത്രയും ഗ്രേവിയുടെ ആവശ്യം നമുക്കില്ലാത്ത കാരണം നമ്മൾ പകുതി ഭാഗം മുങ്ങിയിട്ടുണ്ട്. പകുതി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ അതേ നമുക്ക് അതിന്റെ മുകളിലേക്ക് കുറച്ച് അരപ്പൊക്കെ അങ്ങ് കോരി ഒഴിച്ച് അരപ്പൊക്കെ മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ഞാൻ കോരിയൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതൊന്ന് അടച്ച് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. വെന്ത് കഴിയുമ്പോൾ പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്കത് വീണ്ടും തുറന്നിട്ട് നമ്മുടെ മീനിന്റെ തലയൊന്ന് മറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗം കൂടെ നന്നായിട്ട് വെന്ത് കിട്ടൂട്ടാ. തലക്കറി വെക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ, പക്ഷെ അതിലേക്കുള്ള ഉള്ളി അരിയേണ്ട ഒരു ബുദ്ധിമുട്ടാണുള്ളൂ.
ഉള്ളി കുറച്ച് കൂടുതൽ അരിഞ്ഞാലാണ് നമ്മുടെ തലക്കറിക്ക് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരിക്കലും സബോള ചേർത്തിട്ട് തലക്കറി വെക്കരുത് ട്ടാ. അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ കുഞ്ഞുള്ളി തന്നെ എടുത്ത് കറി വെച്ചാലാണ് തലക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഇത്തിരി കൂടുതൽ അരിഞ്ഞു എന്ന് വെച്ചാൽ എല്ലാരും കൂടി സഹായിച്ചപ്പോ നമ്മൾക്ക് ഇത്തിരി കൂടുതൽ ഉള്ളി അരിഞ്ഞ് നമ്മൾ ചേർത്തിട്ടുണ്ട് ട്ടാ. അങ്ങനെ ദേ നമ്മുടെ തലക്കറി ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ വെക്കണം. അപ്പൊ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള കപ്പ ദേ അമ്മ കഴുകി എടുക്കുകയാണ് ട്ടാ. ഇതധികമില്ല അല്ലേ? മാറ്റി വെച്ചാൽ ഉണ്ടാവും. അപ്പൊ നമ്മുടെ കപ്പ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടാണ്. കപ്പ ദേ കഴുകിയെടുത്തു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ദേ വേവിക്കാൻ വെച്ചേക്കാണ് കേട്ടാ. കപ്പ വെക്കുന്നത് അമ്മയാണ് കേട്ടാ. അമ്മയുടെ സ്പെഷ്യലാണ് ഈ കപ്പ വെക്കല്. എനിക്കിഷ്ടമാണ് കേട്ടാ. ഇങ്ങനെ വെറുതെ കുത്തിക്കാച്ചി എടുക്കണേക്കാൾ ഇഷ്ടമാണ് ഇങ്ങനെ കപ്പ വേവിച്ച് വെക്കുന്നത്. അപ്പൊ ദേ നമ്മുടെ കപ്പയൊക്കെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള കുറച്ച് മസാല റെഡിയാക്കാം. മസാലയൊന്നും ഇല്ല കേട്ടാ. ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, പച്ചമുളക് അത്രേ ഇടുന്നുള്ളൂ കേട്ടോ. കുറച്ച് വേപ്പിലയും നമ്മുടെ സവോളയിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാടൊന്നും വഴന്ന് കിട്ടണ്ട. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ട്ടാ. പിന്നെ നമുക്കതിലേക്കൊരു സ്പൂണോളം ഗരം മസാല പൊടിച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് നമ്മൾ കപ്പ വേവിച്ച് വെച്ചിട്ടുള്ളതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ പുഴുക്ക് റെഡിയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരുപാട് പേര് നാളികേരം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്തുന്നവരുണ്ട്. നമ്മളിപ്പോ സിമ്പിൾ ആയിട്ടാണ് വെച്ചേക്കണത്. അപ്പൊ ദേ നമ്മുടെ കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. മീൻതലയും റെഡി ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇനി നമുക്കിത് കഴിച്ചു നോക്കണം. അപ്പൊ കഴിക്കാനുള്ള ആൾക്ക് ഇതേ നമ്മള് വാഴയിലയിൽ നമ്മുടെ കപ്പ പുഴുക്കും തലക്കറിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കഴിച്ചിട്ട് വേണം നമുക്ക് അഭിപ്രായം കേൾക്കാൻ. നമുക്ക് എന്ത് ഭക്ഷണം വെച്ച് കൊടുത്താലും അതില് നമുക്കൊരു തൃപ്തി വരണമെങ്കിൽ അത് കഴിക്കുന്ന ആളുടെ മുഖത്ത് നിന്ന് ആ ഒരു എക്സ്പ്രഷൻ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഈ ഒരു വാക്ക് കേൾക്കാനാണ് നമ്മൾ ഏതൊരു വീട്ടമ്മ ആഗ്രഹിക്കുക അല്ലെ. നമ്മൾ എന്തൊരു ഭക്ഷണം ഉണ്ടാക്കിയാലും നമ്മുടെ മനസ്സിനൊരു സന്തോഷം വരണമെങ്കിൽ അത് കഴിച്ച ആള് നല്ലതാന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മളങ്ങ് എവറസ്റ്റ് കീഴടക്കിയ പോലെ നമ്മുടെ സന്തോഷം അല്ലേ. അപ്പൊ അത് ഏട്ടന് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സംഭവം അടിപൊളിയാന്നാണ് ട്ടോ ഏട്ടൻ പറഞ്ഞത്. എനിക്കും ഭയങ്കര സന്തോഷമായി. കാര്യമൊക്കെ നമ്മൾ ഈ വീഡിയോ എടുത്ത് ഞാൻ നിന്നപ്പോ ഉണ്ടല്ലോ, സത്യം പറയാലോ ഏട്ടൻ കഴിക്കുന്നുണ്ട്. അപ്പൊ എന്റെ വായില് വെള്ളം വന്നു ട്ടാ. പക്ഷെ ഞാൻ ഈ മീൻതലി ഒന്നും കഴിക്കില്ലല്ലോ. എന്നാലും നമ്മൾ കപ്പ പുഴുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടാ. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മീൻതലയൊക്കെ മേടിച്ചതുപോലെ കറി വെച്ച് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.